പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സൈനിക നീക്കങ്ങൾ ശക്തമാകുന്നു. ഹോർമുസ് കടലിടുക്കിന് നേരെ വന്ന ഇറാന്റെ 4 ഡ്രോണുകൾ വെടിവെച്ചിട്ടതിന് പിന്നാലെ ഇറാന്റെ പ്രധാന റഡാർ കേന്ദ്രങ്ങൾക്ക് നേരെ US വ്യോമാക്രമണം നടത്തി. സ്വയം രക്ഷാർത്ഥമാണ് തങ്ങൾ തിരിച്ചടിച്ചതെന്ന് US വ്യക്തമാക്കിയപ്പോൾ മേഖലയിലെ ഇറാന്റെ തന്ത്രപ്രധാനമായ എണ്ണ സംഭരണശാലകൾ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടക്കുന്നതായാണ് വിവരം. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതത്തിനെ ഉടനടി ഭീഷണിയുയർത്തിയ ഇറാന്റെ 4 വൺ-വേ അറ്റാക്ക് ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇതിനെ തൊട്ടു പിന്നാലെയാണ് ഗേഷം ദ്വീപിലെയും ഗോരിക്കിലെയും ഇറാന്റെ റഡാർ കേന്ദ്രങ്ങൾക്ക് നേരെ US യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തിയത്. അന്യായമായ ഇറാനിയൻ ആക്രമണത്തിനുള്ള കൃത്യമായ മറുപടിയാണിത്. കൂടുതൽ ആക്രമണങ്ങൾ തടയുന്നതിനാണ് ഈ തിരിച്ചടിയെന്നും US വ്യക്തമാക്കി. അതേസമയം വടക്കൻ പേർഷ്യൻ ഗൾഫിലെ ഇറാന്റെ ഗാർഗ് ദ്വീപിൽ ശക്തമായ സ്ഫോടനങ്ങളും വ്യോമ പ്രതിരോധ പ്രവർത്തനങ്ങളും നടന്നതായി ഇറാന്റെ ദി ഹോർമുസ് ലെറ്റർ റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 90% നിയന്ത്രിക്കുന്ന പ്രധാന എണ്ണ ടെർമിനലുകൾ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഇവിടെ US ആക്രമണം നടത്തിയെന്നാണ് സൂചനയെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ലഭ്യമായിട്ടില്ല. ഒമാൻ ഉൾക്കടലിൽ 2 US യുദ്ധക്കപ്പലുകൾക്ക് നേരെ തങ്ങൾ മുന്നറിയിപ്പ് വെടിയുതിർത്തുവെന്ന ഇറാന്റെ അവകാശവാദം US സെൻട്രൽ കമാൻഡ് ശക്തമായി നിഷേധിച്ചു. ഗാദിർ മിസൈലുകളും പുതിയ ഷാഹിദ് ധാനിയ ഡ്രോണുകളും ഉപയോഗിച്ച് US വിനാശിനികളായ DDG-103, DDG-87 എന്നിവയെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് തുരുത്തിയെന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇറാന് മേലുള്ള ഉപരോധം പൂർണ്ണമായി നടപ്പിലാക്കിക്കൊണ്ട് US സൈന്യം പ്രാദേശിക ജലാശയങ്ങളിൽ സ്വതന്ത്രമായി തുടരുമെന്ന് US സെൻട്രൽ കമാൻഡ് എക്സിൽ കുറിച്ചു. അതേസമയം കുവൈറ്റിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പിന്നാലെ തങ്ങൾക്കെതിരെയുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ പ്രതിരോധിക്കുകയാണെന്ന് കുവൈറ്റ് സൈന്യം അറിയിച്ചു.